എന്താ മോളെ, എന്താ ഉണ്ടായി? ഇത് മാല. என்ன சொல்ற? அந்த டைமண்ட் நெக்லஸா? ஓ എടുത്തതാരായാലും അത് തിരിച്ചു കൊടുത്തേക്കുക. ദയവ് ചെയ്ത് ഈ രാത്രിയിലെ സന്തോഷം നശിപ്പിക്കരുത്. ചേട്ടാ, അത്രയ്ക്ക് ചങ്കൂറ്റുള്ളവനാരാ? ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല. ഒറ്റ ഒരുത്തനെയും പുറത്തു വിടരുത്. എടുത്തവനേതായാലും പുറത്തു പോകാനുള്ള നേരം കിട്ടിയിട്ടില്ല. ഒരെണ്ണം പുറത്തു പോരുത്. മര്യാദക്ക് തിരിച്ചു കൊടുത്താൽ നാറാണ്ട് രക്ഷപ്പെടാം. ഡയമണ്ടാ ഡയമണ്ട്. എന്തോലുണ്ട്? ഒരു 10-20 പണിക്കരേട്ടാ, എന്ത് വില വരും? ക്യാരക്ടർ ഒരു 4 ലക്ഷം വരും. അപ്പൊ 10-15 ലക്ഷം വേണം മുതലാ. ഞങ്ങളിവിടെ ഉള്ളപ്പോ വെറുതെ കളിക്കാൻ നിൽക്കരുത്. രാജാക്കണ്ണേ, മര്യാദക്ക് തിരിച്ചു വന്നേക്ക്. തരില്ലെന്നോ? മര്യാദക്ക് തിരിച്ചു കൊടുത്താ തല്ലുകൊള്ളാതെ നിനക്ക് രക്ഷപ്പെടാം. ഓ, ഈ റൈമണ്ടിന്റെ നക്സലൈറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. എന്നാ ഇവനൊന്ന് വിഴുങ്ങിക്കാണും. വിഴുങ്ങിന്ന തൊമ്മനെങ്കിൽ അത്ര സംശയമാണെങ്കിൽ നാളെ പറമ്പില് നമുക്ക് ഒരുമിച്ച് വിലക്കിരിക്കാം. എനിക്കൊരു കമ്പനി ആവുമല്ലോ. വൃത്തികെട്ടവൻ. അപ്പൊ പിന്നെ വിഴുങ്ങിന്ന് പറയരുത്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കണ്ണ് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. ഇവിടെ കണക്കെഴുത്ത് പിള്ളയായിരുന്നപ്പോൾ തേങ്ങയുടെ കണക്കിൽ മാസം 50 തേങ്ങ വെച്ച് ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. ഐ അപ്രിസിയേറ്റ് യു. പൂങ്കാവനത്തിന് കഴിക്കാൻ പറ്റുന്ന ചവനപ്രാശം ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. എനിക്കതൊരു മനപ്രയാസമില്ല കുട്ടി. തേവർക്ക് കഴിക്കാൻ വെച്ചിരുന്ന വെള്ളലുവി ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്, തൊണ്ട കെട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ ഈ റൈമണ്ട് നെക്സ്റ്റ് ഞാൻ വിഴുങ്ങിയിട്ടില്ല. നിന്റെ പോക്കറ്റ് എന്താ മുഴച്ചിരിക്കുന്നത്? ഒന്നുമില്ല. നോക്കട്ടെ. ഗുളികയാണ്. എന്തിന്റെ? പ്രമേഹത്തിന്റെ. ഇത് ആഹാരത്തിന് മുമ്പും ഇത് പിമ്പും. ജിലേബിയാ? എന്നാ പിന്നെ എല്ലാവരെയും ഇനി പരിശോധിച്ചാൽ പറ്റൂ. അതെ, ആരും കുറ്റം സമ്മതിക്കാത്ത നിലയ്ക്ക് എല്ലാരും പരിശോധിച്ചിട്ട് വിട്ടാ മതി. അത് ഞങ്ങൾ തന്നെ ആയിക്കോട്ടെ. അത് വേണ്ട, ജോലിക്കാരെ മാത്രം മതി. മാപ്പിളയും കൂട്ടരും ഇങ്ങോട്ട് മാറിയെന്നോളൂ. എന്നാലും ജോലിക്കാർ കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ളവർ ഞങ്ങളാ. നോക്കുമ്പോ എല്ലാരെയും നോക്കണം. ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല. ഉള്ളിന്റെ ഉള്ളിൽ പോലും ഒരു സംശയത്തിന് ഇടേണ്ടായിരുന്നു. അതുകൊണ്ടാ. അതെ, പന്തി പക്ഷാഭേദം പാടില്ലെന്ന് എല്ലാരും നോക്കണം. ഞാൻ തന്നെ തുടങ്ങാം. ദേ കണ്ടോ, എന്റെ പോക്കറ്റിലൊന്നുമില്ല. ദേ കണ്ടോ, ഒന്നുമില്ല. ദേ ഇവന്റെ പോക്കറ്റിൽ. ദേ കണ്ടോ, ദേ ഒന്നുമില്ല. കണ്ടോ, ദേ ഇതേ ഇവന്റെ പോക്കറ്റിൽ. ഇതെങ്ങനെ എന്റെ പോക്കറ്റില്? ഞാനല്ല. അപ്പ സത്യമായിട്ട് ശിവ, ഇതാരും മനഃപൂർവ്വം അപ്പനാണ്. ഞാനല്ല. മോളെന്താ പേടിച്ചു പോയോ? നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ? അല്പം തമാശയൊക്കെ വേണ്ടേ? ഞാൻ തന്നെയാ ഇത് ചെയ്ത്. മാപ്പിളയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഇരുട്ടിൽ ആള് മാറിപ്പോയി. ബെസ്റ്റ് കോമഡി. ദേവാരയ്യ ഇത്രയും വലിയ തമാശക്കാരനാണ് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല അല്ലേപ്പാ? പിന്നല്ലാതെ. എന്നാലും എന്റെ പൊന്നുബന്ധുക്കാരാ, ഇതൊരുമാതിരി ചങ്കി തീ കോരിയിരുന്ന തമാശയായിപ്പോയി. ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിക്കോളൂ. കോമഡി ടൈം കഴിഞ്ഞു, ഇനി ഫുഡ് ടൈം. ശിവ, വരൂ, അല്പം സംസാരിക്കാം. നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളൂ. വരൂ. ശിവ, ആ വാതിലടച്ചേക്കൂ. ശിവ, എന്താ? അകത്തേക്ക് വരൂ. ഈ പണവും സ്വത്തും എല്ലാം
ഇനി നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവളാണ് എൻ്റെ മോള്. അവളെന്നും സന്തോഷമായിട്ടിരിക്കണം. അവളുടെ കണ്ണ് നിറയാൻ ഇനി ഒരിക്കലും ഇടവരരുത്. ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പുതിയ ജീവിതമൊക്കെ ആകുമ്പോൾ പഴയ ബന്ധങ്ങളോട് അല്പം അകൽച്ചയാകുന്നതിൽ തെറ്റൊന്നുമില്ല. മനസ്സിലായില്ല. ദേവാലയ എന്താണ് ഉദ്ദേശിക്കുന്നത്? വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് വിഷമം തോന്നും. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നീയും നിന്റെ കൂട്ടരും നാണം കെടണ്ടെന്ന് കരുതിയ നിന്റെ സ്നേഹിതൻ ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തത്. അതെ, അവൻ തന്നെയാ ആ മാല എടുത്തത്. അയാളങ്ങനെ പറഞ്ഞപ്പോ നിന്റെ വായിലെന്താ പഴം തിരികെ വെച്ചേക്കായിരുന്നു? നിനക്കും അതോർത്ത് പറയായിരുന്നില്ലേ ഞാൻ എടുത്തിട്ടില്ലെന്ന്? പിന്നെ ആ മാല നിന്റെ പോക്കറ്റിൽ താനെ അങ്ങോട്ട് മുളച്ചു വന്ന അത് ആകാശത്ത് പൊട്ടി വീണ. എല്ലാം നിർത്തിയെന്ന് പറഞ്ഞാലും പിന്നെയും കള്ളത്തരം കാണിക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാ. അതൊക്കെ പണ്ട്. പക്ഷെ ഇപ്പൊ ഞാനത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാ എടുത്തിട്ടില്ല. പിന്നെ ആരാടാ മാല എടുത്തത്? നിന്റെ പെണ്ണിന്റെ വീട്ടുകാര്. അല്ലാണ്ട് പിന്നെ ആരാ? എന്നെ മനഃപൂർവ്വം കള്ളനാക്കാൻ വേണ്ടി അവന്മാർ ചെയ്ത് ചതിയത്. ശരി, നിന്നെ കള്ളനാക്കിയിട്ട് അവർക്ക് എന്ത് കിട്ടാനാടാ? ഓ, പെണ്ണു വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്ക് ദണ്ണുണ്ടല്ലേ? അവർക്ക് നേടാനില്ലെങ്കിൽ പിന്നെ നേടാനുള്ളത് നിനക്ക്. ദേവരുടെ സ്വത്തും പണവും കണ്ടപ്പോ നിനക്ക് ഞങ്ങളൊരു ബാധ്യത ഉണ്ടാവും. എന്നെ അപ്പനെയൊക്കെ ഒഴിവാക്കണമെന്നുണ്ടാവും. അതിന് വേണ്ടിട്ട് നീ തന്നെ എനിക്ക് ചെയ്തത്. എമ്മാടിത്തരം പറയടാ. വേണ്ട. തമ്മിത്തലണെങ്കിൽ അപ്പം പറയും. റഫറിയില്ലാത്ത കളി വേണ്ട. പിന്നെ ഒരുപാട് ചൊറിയണ വർത്താനം പറഞ്ഞാലാ? നിനക്ക് ഇപ്പൊ എന്നെ കള്ളനാക്കണം, അത്രയല്ലേ വേണ്ടത്? അതാണ് ഞാൻ തന്നെ ആ മാല പൊട്ടിച്ചത്. ഞാൻ കള്ളനാ, കള്ളൻ. നീയൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് നന്നാകാത്ത കള്ളൻ. നല്ലവരായിട്ടുള്ള നിനക്കൊന്നും ഈ കള്ളന് ചേരില്ല. നീ തേവരുടെ മോളെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിച്ചോ. നിങ്ങൾക്കൊക്കെ മാനക്കേടുണ്ടാക്കാൻ ഈ കള്ളപ്പെട്ടി ഇനി നിങ്ങളുടെ ഇടയിലേക്ക് മനച്ചേരി വരില്ല. നീ എന്തൊക്കെ ഉണ്ടായി പറയണ പന്നി? വേണ്ട, എവിടെന്തോ വന്ന നമ്മള് ഇത്രയും കാലം കൂടെ പിറപ്പുകളെ പോലെ ജീവിച്ചു. ഇപ്പൊ നമ്മള് പിരിയാ. ഏയ് ചുമ്മാതെയാണ്. പോയ അവനോടം വരെ പോകാനാണ്. അപ്പൊ നിങ്ങ വന്നോളൂ, നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഏയ് എനിക്കൊരു വിഷമമില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് ചെല്ലട്ടെന്ന്. മക്കളെ, എന്താ പറയുന്നത് പുണ്യാളാ? തൊമ്മനെ വീണ്ടും പരീക്ഷിക്കുകയാണ്. ഞങ്ങൾ തമ്മി പലതവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അപ്പൊ തന്നെ അങ്ങോട്ട് തീരും. ഇതിപ്പോ ഞാനും അപ്പനും കൂടെ ചെന്ന് വിളിച്ചിട്ട് വരാൻ കൂട്ടാക്കണല്ലോ അവൻ. വീട്ടിൽ പോലും കയറാതെ പിണങ്ങ് കിടക്കാണ് പന്നി.
കുടിച്ച് ശീലമില്ലാത്തവര് അധികം കുടിക്കാൻ നിൽക്കണ്ട. ശിവേട്ടന് ഓരോരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. അതും കൂടി ഞാൻ കുടിച്ചോളാം. എല്ലാം മനസ്സിന് കളിയുന്നേ. അവൻ എത്ര ദിവസം ഇങ്ങനെ പിണങ്ങി നടക്കുന്നൊന്ന് കാണണമല്ല. അവന് പറ്റുകയല്ലടാ, അവനൊരു പാവാണ്. ഞാനെന്ന് വെച്ചാൽ അവന് ജീവനാണ്. നിനക്കറിയാം, പണ്ട് അനാഥാലയത്തിൽ വെച്ച് എന്നെ കെട്ടിയിട്ട് തല്ലിയ വാടനെ കറിപ്പിച്ചാത്തി കുത്തിയവനവൻ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ചാടി. അന്ന് മുതൽ ഇന്ന് വരെ ഒരുമിച്ച എല്ലാ കാര്യത്തിനും. പക്ഷെ ഇപ്പൊ പിന്നെന്താ ഇങ്ങനെ? സത്യേട്ടൻ ആരോ ചതിച്ചു എന്ന് പറഞ്ഞത് നേരാ. അതാ ഇത്രക്ക് ദണ്ണം. എടാ, അവിടെ ഞങ്ങളോട് അത്രയ്ക്ക് ശത്രുതയുള്ളവരാരാ? അങ്ങനെ ചോദിച്ച ഒരുപാട് പേരുണ്ട്. ശിവേട്ടൻ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് താലി കെട്ടിയ പൂങ്കാവനത്തിന് വേണമെങ്കിൽ ശത്രുത ഉണ്ടാവാം. അന്യനാട്ടിൽ നിന്ന് വന്ന വരുത്തന്മാര് തേവരെ തോപ്പിച്ച് തേവർക്ക് ശത്രുത ഉണ്ടാവാം. പണ്ട് മുതൽ പൂങ്കാവനത്തെ കെട്ടണമെന്ന് വാശി പിടിച്ചു കിടന്ന കാളിയപ്പന് ശത്രുത ഉണ്ടാവാം. അതൊക്കെ പോട്ടെ, ഒരടിമയെ പോലെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന രാജാക്കണ്ണിന്, അതായത് എനിക്ക് ശത്രുത ഉണ്ടാവും. അയ്യോ, ഞാനല്ല, ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞതേ ഉള്ളൂ. പറയടാ, നീയല്ലേ അത് ചെയ്തത്? സത്യനെ കള്ളനാക്കിയ നീയല്ലേ? ആണെങ്കിൽ ശിവ, എന്താ ഇത്? மச்சா மாப்பிள்ளை தண்ணி போட்டு வந்து கலாட்டம் பண்றேன். ദേവരിങ്ങോട്ട് മാറിക്കേ. തൊട്ടുപോകരുതാണ്. എന്തായി കാണിക്കുന്നത്? ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം അവൻ എന്ത് തെറ്റായത്? ഇവനാ എന്റെ സത്യനെ കള്ളനാക്കിയത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പുണ്യാവള്ളപ്പനെ നടക്കണ ചന്ദനവും പൂശി പന്നി. ദേവർക്കറിയാവാ, ഇവന്റെ ഉള്ളിരിപ്പ് വേറെയാണ്. ഇവിടത്തെ സ്വത്തും പണവും കണ്ട് മോഹിച്ച് ഇവൻ പൂങ്കാവനത്തിനെ കല്യാണം കഴിക്കാൻ നടക്കുകയാണ്. ഒക്കെ ഇവന്റെ കളിയാ. നിന്റെയൊക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ അവനെ പഴിയാറണ്ട. അത് ചെയ്തത് നിന്റെ കൂട്ടുകാരൻ തന്നെ. പഠിച്ച ശീലങ്ങൾ അങ്ങനെ ആർക്കും പെട്ടെന്ന് മാറ്റാനൊക്കെ ഇല്ലല്ലോ. അവനെ കള്ളനാക്കണമെന്ന് ദേവാർക്കും നടത്തുന്ന നിർബന്ധം. അവൻ കള്ളനായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് അല്പം അകറ്റി നിർത്തണം എന്ന് പറഞ്ഞേ. അത് ശരി. അപ്പനെ അവനെ അകറ്റി നിർത്തിയിട്ട് അച്ചി വീട്ടിലെ നായരായിട്ട് ഞാനിവിടെ നിൽക്കണോന്ന്. അങ്ങനെ എന്നെ അങ്ങോട്ട് മൊത്തമായിട്ട് വിലക്കെടുക്കാമെന്ന് ദേവാരി മോഹിക്കണ്ട. ഞാനൊരു അല്പം കോസ്റ്റ്ലിയാണ്. പിന്നെ ഞാൻ എന്താ വേണ്ടേ? നിന്റെ കൂടെയുള്ള കള്ളന്മാരെ ഇവിടെ പൊറപ്പിക്കണോ? ഓ, അത് ശരി. അപ്പൊ അവരെ ഒഴിവാക്കാൻ വേണ്ടി തേവാരി മച്ചാനെ കൊണ്ട് നടത്തിച്ച ഒരു കളിയാണല്ലേ ഇത്? ഒരു മച്ചാനും കളി. നീയൊക്കെ ഇതല്ല ഇതിലപ്പുറവും പറയും. തെറ്റുപറ്റിയത് എനിക്കാ. അറിഞ്ഞുകൊണ്ട് അട്ടയെ പിടിച്ച് മെത്തയെ കിടത്താൻ നോക്കിയത് ഞാനാ. എന്റെ പൊന്ന് തേവാരെ, ഞങ്ങൾക്ക് നിങ്ങളുടെ മെത്തേം വേണ്ട, കിടക്കേം വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ പൊട്ടക്കളം തന്നെ മതിയേ. നിങ്ങളുടെ മുമ്പിൽ കള്ളന്മാരാണെങ്കിലും എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റുക. അതുകൊണ്ട് ഈ അട്ടകള നിങ്ങൾ തന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്ക്. എന്നിട്ട് മോക്കട മെത്തേ കിടത്താൻ പറ്റിയ വേറെ വല്ല നല്ല മൂട്ടകളും ഉണ്ടാന്നോ? നല്ല ചോര കുടിക്കണ മൂട്ടകൾ. ദേ, ഉറപ്പിച്ച കല്യാണം ദേ ഇവിടെ വെച്ച് ഒഴിഞ്ഞേക്കണം. എന്റെ പൊന്നു പൂന്തോട്ടമേ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ നമ്മൾ മോരും മുതിരയും പോലെയാണെന്ന്. എത്ര കൂട്ടിക്കൊഴിച്ചാലും ചേരുകയല്ല. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കല്യാണം ദേ ഇവിടെ വെച്ച് സുല. നിനക്ക് കോളടിച്ചല്ലാടാ. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെണ്ണുങ്ങളോട് തുറന്ന് പറയണ്ടടാ കൊടന്തളപ്പ. അടുത്ത അട്ട വന്നല്ല, അപ്പനട്ട. എന്താടാ? ഒന്നുമില്ലപ്പ. നമ്മള് കള്ളന്മാരായ അട്ടകളാണ്. നമ്മുടെ ശീലങ്ങൾ മാറ്റാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ച കല്യാണം ഞാൻ ഒഴിഞ്ഞു. ഒറ്റ കീറി വെച്ചവരും കേട്ടാ. കള്ളും കുടിച്ചോണ്ട് പോക്കണങ്ങോട് പറയുന്ന പന്നി. ഇവന് കപ്പാസിറ്റി ഇല്ലഞ്ഞിട്ടാ വെറുതെ ബോധക്കേട് പറയണത്. തേവരിയായിട്ട് ഇവൻ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. ഓള് വിഷമിക്കണ്ട. നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചത് ഈ തൊമ്മനാണെങ്കിൽ തൊമ്മൻ ജീവിച്ചിരിപ്പുണ്ട്. ഈ കല്യാണം നടക്കും. കിടക്കും. അപ്പം വേണ്ടാത്ത വാക്കൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. ഈ കല്യാണം നടക്കലെന്ന് പറഞ്ഞാൽ നടക്കുക. കള്ളു കുടിച്ച വയറ്റി കിടക്കണം കേട്ടാ. ഒരുമാതിരി കുടിയന്മാരെ പോലെ കിടന്ന് അലമ്പുണ്ടാക്കാൻ നിനക്ക് നാണമില്ലടാ. ഒന്നുമില്ലെങ്കിൽ ഈ ഭവനത്തിൽ മരുമകനായിട്ട് വന്ന് കയറേണ്ടവനല്ലേ നീ? കല്യാണം കഴിച്ചെങ്കിലല്ലേ മരുമകനാകാൻ ഒക്കുള്ളൂ. കല്യാണം കഴിക്കാതെ മരുമകനാൻ ഒക്കൂ? കല്യാണം വേഗം വേണ്ടത് വെച്ചില്ലേ? അങ്ങനെ നിനക്ക് തോന്നുമ്പോ വേണോന്ന് വെക്കാനും വേണ്ടത് വെക്കാനും ഇതന്നെ പിള്ളേര് കളിയാ. ഇത് കല്യാണമാണ് പിശാചേ. അപ്പൊ അപ്പനോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ കോപ്പിലെ കല്യാണം വേണ്ടത്. അപ്പനും അവനും വേണ്ടിട്ടാ ഞാൻ ഈ കൊല കെട്ടി തുള്ളുന്നത്. ഇന്നത്തെ ആ തുള്ളാനെ നിർത്തി. എന്താ പറയാ? നീ തൊമ്മന്റെ മകനാണെങ്കിൽ തൊമ്മ പറയണ പോലെ അനുസരിക്കും.
പറയടാ അവരാണ് ഈ കല്യാണം നടക്കൂന്ന് പറയടാ. എടാ നിന്റെ അപ്പനാണ് പറയണത്, പറയാൻ. അപ്പനല്ല, അപ്പനേക്കാളും വലിയ അപ്പം എന്ന് പറഞ്ഞാലും നടക്കരുതെന്ന് പറഞ്ഞാൽ നടക്കല്ല. രണ്ട് അഭിപ്രായം വന്ന തല്ലി തീരുമാനിക്കണം. നിന്റെ അഭിപ്രായം ഞാൻ മാനിക്കണമെങ്കിൽ നീ എന്നെ തല്ലി തോപ്പിക്കണ. അടിയടാ, അടിക്കാനല്ലേ പറഞ്ഞേ? അപ്പൊ വേണ്ടപ്പാ, അടിയടാ, അടി. അപ്പൊ എന്നെ പറഞ്ഞ പ്രാന്ത് കേട്ടരുത്. അപ്പൊ അപ്പനും അവനും കൂടെ വേണ്ട, ഞാൻ ഈ പാട് മുഴുവൻ പെടുന്നു. അപ്പൊ നീ അപ്പം പറഞ്ഞ അനുസരിക്കത്തില്ലല്ലേ? അടിയടാ. അപ്പൻ തല്ലിക്കും, എന്നെ തല്ലിക്കൊന്നാലും ശരി, ഞാൻ ഇനി തോക്കാൻ പോടില്ല. അപ്പന്റെ സ്വന്തന്മാരെല്ലാം തൊടില്ല, അപ്പൻ എന്നെ ഇങ്ങനെ തല്ലണം. അതേടാ, നീയൊക്കെ എന്റെ സ്വന്തം ചോരയാണെങ്കിലല്ലേ എന്നെ അനുസരിക്കത്തുള്ളൂ. ഞാൻ നിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് തന്തയല്ലേ. നീ ജയിച്ചോ, തൊമ്മൻ തോറ്റു. ഇനി തൊമ്മന് മക്കളില്ലടാ. തൊമ്മന്റെ മക്കളൊക്കെ പണ്ടേ മരിച്ചുപോയി. കർത്താവേ, ഇനി തൊമ്മൻ ഒറ്റയ്ക്ക. തൊമ്മന് മക്കളില്ല. തൊമ്മൻ ഒറ്റയ്ക്ക. തൊമ്മന് മക്കളില്ല. അപ്പ